കിരണേ, നീയെങ്കിലും സത്യം പറ. ഈ കാര്യത്തിൽ നിന്റെ അപ്പനും ഏട്ടനും എന്തെങ്കിലും ബന്ധമുണ്ടോ? പറ. എനിക്കറിയാവുന്നതിൽ ഞങ്ങളുടെ ശത്രുക്കളായിട്ട് അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വേറെ ആരാ ഞങ്ങളുടെ ഇടയിൽ കയറി കളിക്കുന്നതെന്ന് എനിക്കറിയണം. എന്തിനാ ആ പപ്പേനും അമ്മേനും കൊന്നതെന്ന് എനിക്കറിയണം. നിനക്കറിയോ, ഞാൻ ഒരുപാട് വട്ടം അയൽവിയുടെ കൂടെ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അവരെത്ര വട്ടം എനിക്ക് സ്വന്തം കൈ കൊണ്ട് ചോറ് വാരി തന്നിട്ടുണ്ടെന്നറിയോ? നല്ലൊരു പപ്പയും അമ്മയും. അവരെന്തിനാ കൊന്നതെന്ന് എനിക്കറിയണം. പറ, നിന്റെ അപ്പനോ ഏട്ടനും ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫെലിക്സെ, അത് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്നലെ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അവർ തന്നെ ഇത് ചെയ്തത്. അത് ആൽവിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി അവർ ചെയ്തതാ. ഇതിനും മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? നിനക്കറിയോ, ക്രിസ്റ്റി പണ്ടത്തെ പോലെ അല്ല. ചിരിക്കാറില്ല, എന്നോട് സംസാരിക്കാറില്ല. ഫുൾ ടൈം ദേഷ്യവും സങ്കടവും മാത്രം. വീട്ടിലുള്ള എല്ലാവരും അങ്ങനെയാ. ആൽവിനെ കണ്ടിട്ട് എത്രയായെന്നറിയോ? അവനിപ്പോൾ എവിടെയാന്ന് പോലും അറിയത്തില്ല. നിന്റെ ഏട്ടനല്ലേ തെറ്റ് ചെയ്തത്? അതിന് ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞങ്ങളുടെ എത്ര പേരുടെ ലൈഫ് അവർ തൊലച്ചതെന്നറിയോ? ഞങ്ങൾക്ക് ആർക്കെങ്കിലും പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? നിനക്ക് പറ്റി, പിന്നെ നിന്റെ അപ്പനാണല്ലോ. ഞങ്ങൾക്ക് എന്നെ പിന്നെ അവർ കാശ് കൊടുത്ത് പുറത്ത് വിട്ട് പഠിപ്പിച്ചു, എൻ്റെ ഇച്ചായന്മാർ. ബാക്കിയുള്ളവരോ ജസ്റ്റ് പഠിച്ചോ? അവർ പാസ്സായോ? ആൽവി എന്തെങ്കിലും പഠിച്ചോ? ഇല്ല. പഠിത്തമൊക്കെ ഫുൾ മുടങ്ങിയില്ലേ? എൻ്റെ പഠിത്തത്തിനുള്ള ജോലി ചെയ്യാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്നെ ഈ കാര്യങ്ങളിലൊന്നും ഉൾപ്പെടുത്തൂല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കിരണേ, ഞാനൊരു കാര്യം പറയാം. ഇനിയും എനിക്കിത് സഹിക്കാൻ പറ്റില്ല. നിന്റെ അപ്പനെയോ നിന്റെ ഏട്ടനെയോ വെറുതെ വിടില്ല. അതിന് നീയുമായിട്ടുള്ള റിലേഷൻ കട്ടായി പോയാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് വലുത് എൻ്റെ ഇച്ചായന്മാരുടെ ലൈഫാണ്, എൻ്റെ ആൽവിയുടെ ലൈഫാണ്. ഇല്ല, നമ്മൾ തമ്മിലുള്ള റിലേഷൻ ആ പേരിൽ കട്ടായി പോകേണ്ട ആവശ്യമില്ല. ചാൻസ് കിട്ടിയാ അവരെ ഞാൻ തന്നെ തീർക്കും. പിന്നെ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി. അവരുടെ അടിമയായിട്ട് അവിടെ ജീവിക്കണം. പക്ഷെ എന്നെങ്കിലും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടും. അന്ന് അവരുടെ അവസാനം ഞാൻ കാണും. തീരും, എല്ലാം തീരും. എല്ലാം നോർമലാവുന്ന ഒരു ദിവസം വരും. എല്ലാവരുടെയും ലൈഫ് പഴയതുപോലെ ആവുന്ന ഒരു ദിവസം. ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ആൽവിയുടെയും ജസ്റ്റിയുടെയും ഒക്കെ ചിരി കാണാൻ വേണ്ടി. എല്ലാവരുടെയും മുഖത്തൊരു ചിരി കണ്ടിട്ട് എത്രയാണെന്ന് എനിക്കറിയില്ല. ആ ദിവസം ഉടനെ ഉണ്ടാവും. അന്ന് ഞാൻ നിന്നെയും കൊണ്ടുപോകും. നീ പേടിക്കണ്ട. ആൽവി, നീ എന്തിനാ പെട്ടെന്ന് കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞത്? അവിടെ എന്തെങ്കിലും ഉണ്ടോ? കുറേ വർഷമായില്ലേ, ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നീ എന്തെങ്കിലും ഒന്ന് പറ. ഉണ്ട്, എനിക്കവിടെ പോയിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. പക്ഷെ അത് ഇന്നല്ല, നാളെ നൈറ്റ് ആരും അറിയാതെ നമുക്ക് അവിടെ ഒന്ന് കയറണം. അത് ഞാനും ലിസയും പൊക്കോളാം. എനിക്ക് നീയും ആരെയും കൂടി ഒരു ഹെൽപ്പ് ചെയ്ത് തരണം. ആമിയുടെ മരണത്തിൻ്റെ അന്ന് ആ കോളേജിലെ സകല CCTVയിലും പതിഞ്ഞ എല്ലാ വിഷ്വൽസും കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും എനിക്കതൊന്ന് ശരിയാക്കി തരണം പ്ലീസ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ആൽവി, അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമല്ലേ. ഇപ്പൊ കോളേജ് ആകപ്പാടെ ഒന്ന് മാറി നിൽക്കുമല്ലേ. ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. ആ സമയത്ത് നടന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് കാണണം. അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. നീ പേടിക്കണ്ട, ഞങ്ങളത് ഒപ്പിച്ചോളാം. പക്ഷേ നീയും ലിസയും ഒറ്റയ്ക്ക് കോളേജിലേക്ക് കയറുന്നത് അത് സേഫ് അല്ല. പണ്ടത്തെ കോളേജല്ല, ഇപ്പം ഹൈ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. സെക്യൂരിറ്റി അവരെയൊക്കെ ആർക്കാ പേടി? പേടിയൊക്കെ പണ്ടേ പോയി. മനസ്സിപ്പോൾ വെറും കല്ല. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല, ഒരു കോപ്പുമില്ല. ഈ ചായനെ കൊണ്ട് ഞാൻ കോളേജ് മുഴുവൻ നോക്കിപ്പിച്ചതാ. രാത്രി കയറാൻ അവിടെ സേഫാ. ഞാനും ലിസയും കയറിക്കോളാം. എനിക്കവിടെ കയറിയിട്ടൊരു കാര്യമുണ്ട്. കയറിയിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, എല്ലാത്തിൻ്റെ അവസാനം അടുത്തു കഴിഞ്ഞു. അനന്തമായിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരുമോ? പറ്റുവാണെങ്കിൽ നമ്മുടെ ആമയുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആ പോലീസ് ഓഫീസറിനെ എനിക്കൊന്ന് കാണണം. അയാളോട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? അയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അയാളെ വേണമെങ്കിൽ കൊണ്ടുവരികയും ചെയ്യാം. ബട്ട് നിനക്ക് നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത് അത് നടക്കും തോന്നുന്നില്ല ജസ്റ്റി. നിനക്കറിയാലോ,
നമ്മൾ തമ്മിലുള്ള റിലേഷൻ അത് ആർക്കും അറിയത്തില്ല. പുറത്ത് ഞാൻ വെറും ഒരു ACP മാത്രമാണ്. അതങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. സോ ആളെ നിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാം പുറത്താക്കുന്ന പോലെയാണ്. അത് വേണോ? എങ്ങനെയെങ്കിലും എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. എനിക്ക് അയാളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. റിട്ടയർഡായ പോലീസ് ഓഫീസറല്ലേ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് അയാൾ എൻ്റെ മുമ്പിൽ ഒന്ന് എത്തിച്ച് താഴെയിട്ടാ പ്ലീസ്. ആ, ഞാൻ നോക്കട്ടെ, അയാളോട് ഞാൻ സംസാരിക്കാം. തൽക്കാലം ഈ കാര്യം ആരും അറിയരുത്. ജിത്തുവേട്ടനോട് പോലും പറയാൻ നിൽക്കരുത്. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. അതറിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം ആയേക്കാം. ആൽവി, നീ പറഞ്ഞതുപോലെ നമ്മൾ കോളേജിലും കയറി തപ്പി തപ്പി CCTV വിഷ്വൽസും കിട്ടി. പക്ഷേ ഇതിൽ നിന്നൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ എന്ത് ക്ലൂ ഉണ്ടെന്നാണ് നീ പറഞ്ഞു വരുന്നത്? എനിക്കിതിൽ നിന്ന് കണ്ടിട്ടൊരു കാര്യം മനസ്സിലായി. നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ആള് അത് ഒന്നെങ്കിൽ കിരൺ, കാർത്തികിൻ്റെ അനിയൻ കിരൺ സൂര്യ, അല്ലെങ്കിൽ ഇതുവരെയും നമ്മൾ ഒട്ടും ഡൗട്ട് അടിക്കാത്ത ഒരാൾ. അതാരാ നമ്മൾ ഇതുവരെയും ഡൗട്ട് അടിക്കാത്ത ഒരാള്? സനേൻ്റെ കൂടെ ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. പേര് റിയ. അവളുടെ കസിൻ അവിടെ പഠിക്കുന്നതുകൊണ്ട് അവൾക്ക് ഏകദേശം കോളേജിലെ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഈ വീഡിയോ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ. ആമി പുറത്തിറങ്ങിയതിൻ്റെ പുറകെ റിയയും പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ റിയ വേറെന്തിനെങ്കിലും വേണ്ടി പുറത്തിറങ്ങിയതാവാലോ. ആമിക്ക് തലവേദനയാന്ന് പറഞ്ഞിട്ടാണല്ലോ ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നമ്മൾ പുറത്തിറങ്ങി പോയത്. വെള്ളം കുടിക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് പോയി. പുറകെ റിയ പോയി. മേ ബി വേറെന്തെങ്കിലും ആവശ്യത്തിനാണ് അവൾ പോയതെങ്കിലോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. മേ ബി വേറെ എന്തെങ്കിലും റീസണിന് വേണ്ടി ആയിരിക്കും അവൾ പുറത്തിറങ്ങിയത്. ഇറങ്ങിയതിന് ശേഷം അവൾ പോകുന്നത് എങ്ങോട്ടാന്ന് നിങ്ങളതൊന്ന് ശരിക്കൊന്ന് നോക്കി. അവൾ പോകുന്നത് അപ്പുറത്തെ ബ്ലോക്കിലാണ്. ആമി എങ്ങനെ അവിടേക്ക് എത്തിച്ചേർന്നതെന്ന് CCTVയിൽ കാണിക്കുന്നില്ല. പക്ഷെ ആമയുടെ ബോഡി കിട്ടിയത് അവിടെ നിന്നാണ്. ആൽവി, നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് സ്റ്റോറി എന്താണെന്നറിയാതെ ആമി എങ്ങനെ അവിടെ എത്തിച്ചേർന്നു, പിന്നെ എന്താണെന്ന് അവിടെ നടന്നത്, നീ എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്, ഇതൊന്നും അറിയാതെ ഞങ്ങൾ എങ്ങനെയാണ് നിന്റെ ഊഹത്തിന് ശരിവെച്ച് തരുന്നത്? ഞാൻ പറയാം. പക്ഷേ ഇപ്പം റിയ എവിടെയാണെന്നും അവൾ എന്ത് ചെയ്യാണെന്നും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമായിരുന്നു. ഞാൻ പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇയർ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഇയറിൻ്റെ ലാസ്റ്റ് ആയപ്പോഴാണ് കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞത്. അതുകൊണ്ട് ബാക്കിയുള്ളവരെവിടെ പോയി എന്തായി ഒന്നും എനിക്കറിയത്തില്ല. പ്ലീസ് അവളെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് ഞാൻ ഏറ്റു. 2 ദിവസത്തിനുള്ളിൽ റിയ എവിടെയാണെങ്കിലും നിന്റെ മുമ്പിൽ ഞാൻ എത്തിച്ചിരിക്കും. പോരെ? പാരൻസിൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാനും ജസ്റ്റിയും ഒരുമാതിരി അടിച്ചുപൊളി ജീവിതമായിരുന്നു. അതെന്ന് വെച്ചാൽ പഠിത്തമൊന്നും ഉഴപ്പില്ല കേട്ടോ. പഠിത്തം അതിൻ്റെ വഴിക്ക് പോയി, ഞങ്ങളുടെ റിലേഷൻ മറ്റൊരു വഴിക്കും പോയി. പല വീക്കെൻഡ്സിലും ഞാൻ വീട്ടിൽ പോകാറില്ല. വിളിച്ചു പറയും ജസ്റ്റിയുടെ കൂടെയാണെന്ന്. അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുറേ വീക്കെൻഡ്സ് ആ അപ്പാർട്ട്മെൻറ്റിനകത്തായിരുന്നു, ഞാനും ജസ്റ്റിയും മാത്രം. പിന്നെ പുറത്ത് പോവും, കറങ്ങും, അടിച്ചു വിളിക്കും, സിനിമ കാണാൻ പോവും. ഇടയ്ക്ക് ക്രിസ്റ്റിയൊക്കെ വരും. പിന്നെ അവരുടെ ഗ്രൂപ്പുമായിട്ടും ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് കൂട്ടായി. അതിൽ എപ്പോഴും ഇടവും അടിയും ഉണ്ടായിരുന്നത് ആദമും ക്രിസ്റ്റിയും മാത്രമായിരുന്നു. അതെന്താണെന്നറിയത്തില്ല, ക്രിസ്റ്റി എത്രയൊക്കെ താഴ്ന്നു കൊടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചാലും ആദം സംസാരിക്കാൻ നിൽക്കാറേയില്ല. ലൈക്ക് ജന്മശത്രുവിനെ പോലെ ആയിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഞാൻ ജസ്റ്റിയുടെ വീട്ടിൽ പോവും. ഞാനും ജസ്റ്റിയും ആമിയും മമ്മിയും പപ്പയും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോവും. ചില സമയത്ത് ലീവുള്ളപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും വരും. ഞാനും എൻ്റെ മമ്മിയും പപ്പയും ഇവരും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ കണക്കെയായിരുന്നു വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതൊക്കെ. റിലേഷൻ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ദിവസങ്ങളും കടന്നുപോയി. ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ആയപ്പോൾ സെം എക്സാം സ്റ്റാർട്ട് ചെയ്തു. സെം എക്സാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റീനെയും കൂട്ടരെയും കോളേജിൻ്റെ പരിസരത്ത് പോലും കാണാറില്ല. ഫുൾ ടൈം പഠിത്തമായിരുന്നു. പിന്നെ അവർ തേർഡ് ഇയേഴ്സ് കൂടിയായിരുന്നല്ലോ. ഞാനും ക്രിസ്റ്റിയൊക്കെ ആണെങ്കിലും പഠിത്തത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങി. എന്നാലും എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാ ദിവസവും
എപ്പോഴും കാണാൻ വരുന്ന പോലെ ജസ്റ്റ് എന്നെ ഹോസ്റ്റലിൽ കാണാൻ വരുമായിരുന്നു. ഹോസ്റ്റൽ വാർഡനാണെങ്കിലും അതിനൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. ജസ്റ്റിയുടെ വണ്ടിയുടെ തലവട്ടം കാണുമ്പോഴേക്കും എന്നെ വിളിക്കാൻ ആൾ മുകളിലേക്ക് വരും. ഇതിനിടയിൽ ഞാനും റോഹനും നല്ല ഫ്രണ്ട്സായിട്ട് മാറി എക്സാം ഹാളിൽ വെച്ചിട്ട്. അത് ജസ്റ്റിക്കും ഇഷ്ടമല്ല, ആമിക്കും ഇഷ്ടമല്ല. ആമിയും ഞാനും തമ്മിൽ ആ കാര്യം പറഞ്ഞ് ചെറുതായിട്ടൊന്ന് വഴക്കിട്ട് തെറ്റി. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ പോലും സംസാരിക്കില്ല, അതുപോലെ. പക്ഷെ വെറുതെ കളിക്കായിരുന്നു. ആ കളിയാണ് സീരിയസ് ആയിട്ട് മാറിയത്. ഞാനും ജസ്റ്റിയും തമ്മിലുള്ള റിലേഷൻ കോളേജിൽ അധികം ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും ആമിയും തമ്മിലുള്ള ബന്ധം കണ്ടിട്ട് പലരും പലതൊക്കെ പറഞ്ഞുണ്ടാക്കി. ഞാനും അവളും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട്. അവളൊരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് കോളേജിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും എന്തിനും തെറ്റലും പിരിയലും ഒക്കെ ആയിരുന്നു. ഈ കാര്യം പറഞ്ഞ് ഞാനും ജസ്റ്റിയും ചെറുതായിട്ടൊന്ന് തെറ്റി. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് ഒരു ദിവസം അച്ചാച്ചാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വൈകുന്നേരം ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, രാവിലെ ഇവിടുന്ന് പോകുന്ന വഴിക്കും ആരൊക്കെയോ പിന്നാലെ ഉള്ള പോലെ ഒരു തോന്നല്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. വൈകുന്നേരം ഒറ്റയ്ക്ക് വരാൻ നല്ല പേടിയാവുന്നുണ്ട്. രാവിലെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണും കൂടെ. വൈകുന്നേരം ഒറ്റയ്ക്ക് പിന്നാലെ വരാനോ? എന്നതാടി നീ പറയുന്നേ? ആര് നിന്റെ പിന്നാലെ വരാനാ? നിനക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. ഇല്ല, എനിക്ക് തോന്നുന്നതല്ല. ഈ ഒരാഴ്ചയായിട്ട് ആരൊക്കെയോ പിന്നാലെ ഉള്ളതുപോലെ. കോളേജിലാണെങ്കിലും എന്നെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്ന പോലെ. എനിക്ക് നല്ല പേടിയുണ്ട് അച്ചാച്ചാ. ഞാൻ കള്ളം പറയുന്നതല്ല. ഏയ്, നീ ഇങ്ങനെ പേടിക്കാതെ വിഷമിക്കാതെ. ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പേടിയാണെങ്കിൽ വൈകുന്നേരം ഞാൻ നിന്നെ കൊണ്ടാക്കാം. രാവിലെ നീ എൻ്റെ കൂടെ വന്നാൽ മതി. അതിന് നീ എന്തിനിങ്ങനെ കണ്ണൊക്കെ നിറച്ചിരിക്കുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ. ആക്ച്വലി അന്ന് ആമി ഈ കാര്യം ജസ്റ്റിനോട് പറഞ്ഞ സമയത്ത് ഞാനും എല്ലാ ദിവസവും വൈകുന്നേരം അവളുടെ പിറകെ പോകുമായിരുന്നു. അത് അവളുടെ ചൊടി മാറ്റാനും അവളോട് സോറി പറയാനുമായിരുന്നു. പക്ഷേ വേറെ ആൾക്കാർ അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജസ്റ്റ് ഈ കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ അവളുടെ പുറകെ പോയെന്ന്. അത് ജസ്റ്റ് ആമിനോട് പറയുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ പിണക്കമൊക്കെ മാറിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആമി പറഞ്ഞു അവളുടെ പിന്നാലെ ആരോ വരുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ടെന്ന്. അതാരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ നോക്കിയെങ്കിലും പറ്റിയില്ല. ആൽവി, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ സമയങ്ങളിലൊന്നും റിയ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ അവളുടെ സ്വഭാവത്തിലും നല്ല മാറ്റം ഉണ്ടായിരുന്നു. ആമീനോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ ദേഷ്യപ്പെടും, വെറുതെ പൊട്ടിത്തെറിക്കും. ഞങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ട് അവൾ ആമീനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവളെ ഡൗട്ട് പറഞ്ഞത്. ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എനിക്ക് എവിടെയോ കണ്ട പരിചയമുണ്ട്, പക്ഷേ നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തനിക്ക് ചിലപ്പോൾ ഞങ്ങളെ ഓർമ്മയുണ്ടാവില്ല, പക്ഷേ ഞങ്ങൾക്ക് തന്നെ നല്ല ഓർമ്മയുണ്ട്. ഡോക്ടർ റിയ അല്ലേ? ആ അതെ, ഞാനാണ് ഡോക്ടർ റിയ. എൻ്റെ പേഷ്യൻസിൽ ആരെങ്കിലും ആണോ? ഏയ്, പേഷ്യൻസ് ഒന്നുമല്ല. ഞങ്ങളെ മനസ്സിലായില്ലെങ്കിലും ഈ അടുത്തിരിക്കുന്ന ആളെ മനസ്സിലാവും. മാസ്കൂര്. ആൽവി, നീ 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 എന്താ ഇവിടെ? ആ, അപ്പൊ പ്രധാനപ്പെട്ട ആളെ മറന്നിട്ടില്ല. നോക്കറിയ, തന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി അത് താൻ തരണം. ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചോളൂ. ആൽവി, നീ ഇപ്പോൾ എന്താ ചെയ്യുന്നേ? നീ ആകെ ആള് മാറിപ്പോയല്ലോ. എന്ത് ചെയ്യാനാ, ജീവിതത്തിലെ ഒരുപാട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിപ്പോവേണ്ടി വന്നു. നീ ചോദിക്കുന്നതിന് മര്യാദയ്ക്ക് ഉത്തരം പറ. ഞാനെന്താ ചെയ്യുന്നതെന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. റിയ ജുവലിനെ മറന്നിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആമയോട് റിയയ്ക്ക് എന്തെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും കോളേജ് ഡേയ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. വൈരാഗ്യമോ ദേഷ്യമോ അല്ല, എനിക്ക് ഒരുതരം ജലസായിരുന്നു അവളോട്. ഐ എം സോറി ആൽവി, ഇതന്ന് എനിക്ക് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പെട്ടെന്നൊരു ദിവസം നിനക്ക് ആമിയുടെ ബ്രദറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോളേജിലെല്ലാവരും നീയും
ആമിയും തമ്മിൽ റിലേഷനിലാണെന്ന് പറഞ്ഞു. അതൊക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് അവളോട് ഒരുതരം അസൂയയും. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഞാൻ അവളോട് ദേഷ്യപ്പെടുമായിരുന്നു. എനിക്ക് ഞാൻ അവളെ വെറുത്തു. ആ ദേഷ്യത്തിൽ ആമിക്കെതിരെ എന്തെങ്കിലും നീക്കം റിയ നടത്തിയിട്ടുണ്ടായിരുന്നോ? ലൈക്ക് അവളെ അപകടപ്പെടുത്താൻ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരിക്കലും അവളെ അപകടപ്പെടുത്തണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല. നീ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അന്ന് ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ ഇടയിൽ തലവേദനയാന്ന് പറഞ്ഞ് ആമി പുറത്തിറങ്ങി പോയപ്പോൾ നീ എന്തിനാ അവളുടെ പിന്നാലെ പോയത്? അപ്പുറത്തെ ബ്ലോക്കിലേക്ക് എന്തിനാ പോയത്? ആമിക്ക് അപകടം പറ്റിയത് അവിടുന്നാ. നീ എന്തിനാ അങ്ങോട്ട് പോയത്? ആൽവി, ഞാൻ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി പോയതല്ല. അവള് പുറത്തിറങ്ങിയപ്പോൾ അവൾക്ക് എന്നാ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി പിന്നാലെ പോയതാ. പിന്നെ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ. അതിനും കൂടി വേണ്ടിയാണ് ഞാൻ പിന്നാലെ പോയത്. ബട്ട് അവൾ ക്ലാസ്സിൽ കയറിയതിന് ശേഷം ഞാൻ ആ ബ്ലോക്കിലേക്ക് നോക്കിയപ്പോൾ കോളേജിൽ എവിടെയും വെട്ടമില്ലായിരുന്നു. പക്ഷെ അവിടെ ഒരു റൂമിൽ മാത്രം നല്ല വെളിച്ചവും ഭയങ്കര സൗണ്ടും ഉണ്ടായിരുന്നു. അതാരാ നോക്കാൻ വേണ്ടി, എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നതാ. അല്ലാണ്ട് ആമിയുടെ ഇതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പിന്നെ ആമിയുടെ ഡെഡ് ബോഡി അവിടുന്ന് കണ്ട നേരത്ത് സത്യം പറയാൻ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ എന്താ നടന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. നിനക്കപ്പോൾ ആമിയുടെ ഡെത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരി, നീ ആ ബ്ലോക്കിലേക്ക് പോയപ്പോൾ അവിടെ എന്താ കണ്ടേ? സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോയി എന്നല്ലാതെ ഞാൻ ആ മുറിയുടെ പരിസരത്തേക്ക് പോയിട്ടില്ല. പേടിയായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. പിന്നീടാണ് ആമിയുടെ സത്യമായിട്ട് ആൽവി, എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല. ഞാനാണ് സത്യം. എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല. ഏയ് റിയ, കരയണ്ട. നീ അല്ല ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയാ ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്. നോക്ക്, ആര് വന്ന് ചോദിച്ചാലും ഞാനിങ്ങോട്ട് വന്നിട്ടില്ല, നീ എന്നെ കണ്ടിട്ടുമില്ല, അങ്ങനെയാ പറയാൻ പാടുള്ളൂ. പിന്നെ നിൻ്റെ ആ ഇഷ്ടം. നോക്കറിയ, ഐ എം എ ഗേ. എനിക്ക് പെൺകുട്ടികളെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ല. അത് നിനക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആ ഇഷ്ടം മനസ്സിലിട്ടുകൊണ്ടിരിക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ. ജെനി, ലിസ, ആര്യ, നമുക്ക് പോവാം. ബാ. ആൽവി, നീ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റിയക്ക് ഇതിലെ ബന്ധമല്ലാന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? പിന്നെ എന്തിനാ നീ റിയനെ ഡൗട്ട് അടിച്ച് അവളെ കാണണമെന്ന് പറഞ്ഞത്? റിയയ്ക്ക് ഇതിലൊരു ബന്ധമില്ലാന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അവൾ അന്ന് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് അവൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവണം. അതറിയാൻ വേണ്ടിയാ ഞാൻ അവളെ കാണണമെന്ന് പറഞ്ഞത്. പിന്നെ അവളുടെ ആ ഒരു സ്വഭാവ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരാൾ ഡൗട്ട് അടിക്കൂലേ? നീ പറയുന്നതൊക്കെ ശരിയാണ്. അവളുടെ ഭാഗത്തുള്ളത് കൂടി കേൾക്കേണ്ടത് ആവശ്യമായിരുന്നു. ബട്ട് ഈ അഞ്ചാമത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കാനാ ഇനി? ആ കോളേജിലേക്ക് കയറി എന്നല്ലാതെ നീ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല. നിനക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയോന്ന് ചോദിച്ചാൽ എൻ്റെ ഗസ് വർക്ക് ശരിയാണ് എന്നതിനുള്ളൊരു എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഇടയിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇട്ടതാണോ എന്നും പറയാൻ പറ്റില്ല. സംഭവം നടന്നത് വർഷങ്ങൾക്ക് മുമ്പും ഇപ്പോൾ കോളേജ് പുതുതായിട്ട് മാറ്റി. ബട്ട് ആമിയുടെ ഡെഡ് ബോഡി കിട്ടിയ ആ ക്ലാസ് റൂം മാത്രം അവർ യൂസ് ചെയ്തിട്ടില്ല. അതിപ്പോഴും പൂട്ടിക്കിടക്കുക. അതിലേക്കാ ഞാൻ ഇന്നലെ കയറിപ്പോയത്. ആ കാര്യം അവിടെ നിൽക്കട്ടെ, അതേക്കുറിച്ച് ഇനി ആലോചിക്കേണ്ട. അടുത്ത ടാർഗറ്റ് കാർത്തിക. അവനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം. ജാക്സനെ തീർത്തതുകൊണ്ട് അവൻ്റെ ചുറ്റും എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആ വീടിന്ന് പുറത്തിറങ്ങാൻ അയാൾ അവനെ സമ്മതിക്കില്ല. പക്ഷേ അവനെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടണം. അതിനെന്തെങ്കിലും ചെയ്യണം. പേടിക്കണ്ട, അയാൾ എത്രയൊക്കെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയാലും ആ വീടിൻ്റെ ഉള്ളിൽ അയാൾക്ക് നിൽക്കാൻ പറ്റില്ല. ഇലക്ഷനും സംഭവങ്ങളൊക്കെ വരികയല്ലേ, അയാൾ പുറത്തു പോയേ പറ്റൂ. വീട്ടിൽ അവനും അവൻ്റെ ബോഡി ഗാർഡ്സ് ഒറ്റയ്ക്കായിരിക്കും. അവനെ കിട്ടുന്ന സമയം അതാ. പക്ഷെ ആ വീട്ടിനകത്ത് കയറി അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അതാ നമ്മൾ നോക്കേണ്ടത്. അല്ല ആൽവി, നമ്മളെ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ ജസ്റ്റീനെ അവരെ അറിയിക്കണ്ടേ? എന്നാലല്ലേ നിന്റെ നിരപരാധിത്വം അവർക്ക് തെളിയുള്ളൂ. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ 3 പേരും നീങ്ങേണ്ടത്. ദയവ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. അവസാനമാകുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. ആനന്ദ് സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നെ കാണാൻ വേണ്ടിയും സംസാരിക്കാൻ വേണ്ടിയും തയ്യാറായത്. എന്നോട് സംസാരിക്കാൻ കാണിച്ച ആ മനസ്സ്, അതിനൊരുപാട് നന്ദിയുണ്ട്. സത്യങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക്
ഞാൻ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് സാറിന് അറിയുമായിരിക്കുമല്ലോ. എൻ്റെ അനിയത്തിയുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് സാറല്ലേ? എന്തെങ്കിലും സത്യം, ആരാ അത് ചെയ്തേ? ആൽവി ആണോ അത് ചെയ്തേ അല്ലയോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സാറിന് അറിയാവോ? അനന്ത് പറഞ്ഞതൊക്കെ സത്യമാണ്. അന്ന് ഞങ്ങൾ പോലീസുകാർക്ക് പോലും വിശ്വസിക്കേണ്ടി വന്നു ആൽവിൻ ജേക്കബ് എന്ന ആ പയ്യനാണ് ഇത് ചെയ്തതെന്ന്. കാരണം സാഹചര്യ തെളിവുകളെല്ലാം അവനെതിരായിരുന്നു. പക്ഷേ ഒരു പ്രൊഫഷണൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയ്ക്ക് ആൽവിയോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതിൽ ആ പയ്യന് യാതൊരു ബന്ധവുമില്ലാന്ന്. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരാൾ കള്ളം പറയുവാണോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ ആ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവന് ഇതിൽ ബന്ധമില്ലാന്ന്. പക്ഷേ അവനെ കൊടുക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എ ബിഗ് ഇൻഫ്ലുവൻസ് അത് അവനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതാണ് പോലീസുകാരെ പോലും ഈ കേസിൽ നിന്ന് വഴിതെറ്റിച്ചത്. മരിച്ചുപോയ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുവരെ തകിടം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തനിക്ക് അറിയുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ബട്ട് അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. സാർ ഇത് എന്തൊക്കെയാ പറയുന്നേ? ആൽവി കുറ്റം സമ്മതിച്ചു എന്നൊക്കെയല്ലേ നിങ്ങൾ അന്ന് ഞങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ടാ ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറി എന്നൊക്കെ പറയുമ്പോൾ അത് എന്താന്ന് സാറിനറിയോ? അന്ന് ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നു. ഞങ്ങളുടെ ഗതികേട്. ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരെ അനുസരിച്ചല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ തൊപ്പിയും തെറിപ്പിക്കും, ജോലിയും പോവും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹൈ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ആൽവീനെ മനഃപൂർവ്വം ഈ കേസിൽ കൊടുക്കാൻ. മനഃപൂർവ്വം തെളിവുകളെല്ലാം അവനെതിരെ കൂട്ടിച്ചേർക്കുമായിരുന്നു. രക്ഷപ്പെടാനുള്ള ഓരോ പഴുതും ആരോ അടയ്ക്കുന്നുണ്ടായിരുന്നു. അത് ആരാന്ന് എനിക്ക് വ്യക്തമല്ല. ഇപ്പോ ഇതിന്റെ പിന്നാലെ ആരെ കളിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞങ്ങളോട് പറഞ്ഞത് ആൽവി ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് കാർത്തിക്കും കൂട്ടരുമാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ചെയ്ത പണിയായിരിക്കും ഇത്. എനിക്കതല്ല അറിയേണ്ടത്. ഇതിൽ ആൽവിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ആൽവി ആണോ ഇത് ചെയ്തത്? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. പറഞ്ഞല്ലോ, സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ആൽവി ആണ് കുറ്റക്കാരൻ. അങ്ങനെ ആരോ വരുത്തി തീർത്തു. അക്കോർഡിംഗ് ടു മൈ പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ ആ ഡോക്ടറെ ഒന്നിട്ട് ചെകഞ്ഞപ്പോൾ അയാൾ ഒറിജിനൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നെ കാണിച്ചു. അന്ന് എനിക്കിത് വെളിപ്പെടുത്താൻ പറ്റിയില്ല. കാരണം അന്ന് എനിക്ക് സ്വാർത്ഥതയായിരുന്നു. എനിക്ക് വലുത് എൻ്റെ ജോലിയായിരുന്നു. ഐ എം സോറി. ബട്ട് അക്കോർഡിംഗ് ടു ദ ഒറിജിനൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ജുവൽ വാസ് നോട്ട് റേപ്ഡ് ബൈ വൺ പേഴ്സൺ. ഒരാളല്ല, എ ഗ്യാങ്. 3-4 പേര്. അത് മാത്രമല്ല, ജുവലിന്റെ ബോഡിയിൽ നിന്ന് ആൽവി തൊട്ടിട്ടുണ്ട് എന്നതിനുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല. മറ്റു പലരുടെയൊക്കെ ഫിംഗർ പ്രിന്റ്സ് ആയിരുന്നു. പക്ഷെ അത് ആൽവിയുടേതാക്കി ആരും എഴുതി മാറ്റിയതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ഒന്നും പറയാനുള്ള അവസ്ഥയിലല്ലായിരുന്നല്ലോ ആ കുട്ടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് മുഴുവനും കുട്ടി ആൽവി എന്നുള്ള പേര് മാത്രമേ വിളിച്ചു പറഞ്ഞുള്ളൂ. അതാണ് കൂടുതൽ ആൽവിയിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നീളാൻ കാരണം. അപ്പോ ഇതിൽ ആൽവിക്കൊരു പങ്കുമില്ല അല്ലേ? ഞാൻ ഇത്രയും കാലം വെറുതെ ആ പാവത്തിന് ഉപദ്രവിച്ചതാണല്ലേ? ഏയ്, എല്ലാ പഴിയും താനായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ആൽവിയുടെ ഭാഗത്തും തെറ്റുണ്ട്. അന്ന് അവൻ എങ്ങനെയാണ് അവിടേക്ക് എത്തിച്ചേർന്നതെന്നും ആ മുറിയില് അവൻ ആരൊക്കെയാ കണ്ടേ, അവൻ എന്താ കണ്ടേ, ഇതൊന്നും ആൽവി ഞങ്ങളോടോ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. അത് അവന്റെ ഭാഗത്തെ തെറ്റാണ്. അവനത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവനെ രക്ഷിക്കാൻ അതിൽ നിന്ന് എന്തെങ്കിലും പഴുത ലഭിച്ചേനെ. പിന്നെ ആൽവി ജയിലിൽ ചാടിയത്. ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ നിയമത്തിന്റെ മുമ്പിലും ബാക്കിയുള്ളവരുടെ മുമ്പിലും ആൽവി തന്നെയാണ് കുറ്റക്കാരൻ. പിന്നെ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം അത് കമ്മ്യൂണിക്കേഷൻ കുറവാണ്. അവനെന്താ പറയാനുള്ളതെന്ന് ജസ്റ്റി കേൾക്കണമായിരുന്നു. ജസ്റ്റിക്ക് എന്താ പറയാനുള്ളതെന്ന് ആൽവിയും കേൾക്കണമായിരുന്നു. അതിന് നിങ്ങൾ രണ്ടുപേരും തയ്യാറായില്ല. അവിടെയാണ് നിങ്ങളുടെ റിലേഷനിൽ ഒരു പ്രശ്നം പറ്റിയത്. ഇനിയും സമയമുണ്ട്. നീയും ആൽവിയും കേരള പോലീസിന്റെ നോട്ടപ്പുള്ളികളാ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കൊല ഒന്നായാലും രണ്ടായാലും ശിക്ഷയെന്നും ഒന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത് ചെയ്തവന്മാരെ വെറുതെ വിടരുത്. അവരാരായാലും അവന്മാരെ കൊന്നു കളഞ്ഞേക്ക്. ഒരു ദയാദാക്ഷിണ്യവും ആ കാര്യത്തിൽ കാണിക്കണ്ട. പിന്നെ ആൽവി എവിടെയാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് ഉള്ളു തുറന്നുള്ള സംസാരിക്കും. അപ്പോ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാവും.
അന്നേരമൊന്നും വെളിപ്പെടുത്താത്തതിന് എന്നോട് ക്ഷമിക്കണം. ഏ സാറ് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴെങ്കിലും ഇതൊക്കെ പറഞ്ഞല്ലോ. സാറ് പറഞ്ഞത് ശരിയാ. ഇനിയും സമയമുണ്ട് എല്ലാത്തിനും. അവന്മാരെ വെറുതെ വിടില്ല. അവർക്ക് ദയയുമില്ല, ഒരു കരുണയുമില്ല എൻ്റെ കയ്യിൽ നിന്ന്. പക്ഷെ ആൽവി, അവൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമോ സാറേ? ഞാൻ ഈ ചെയ്ത തെറ്റ് അവൻ എന്നോട് ക്ഷമിക്കുമോ? സാറിനറിയോ, ആമി പോയതിനു ശേഷം പപ്പ സൂയിസൈഡ് ചെയ്തു. മമ്മിക്ക് ഇതെല്ലാം കൂടി കണ്ടപ്പോഴേക്കും സമനില തെറ്റി. സ്വയം തീ കൊളുത്തി എൻ്റെ കൺമുന്നേ തന്നെ തീർന്നു. ഇതൊക്കെ കൂടി കണ്ടിട്ട് ഞാൻ എങ്ങനെയാ സാറേ സഹിക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, സ്വയം പഴി എല്ലാം താനായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. താൻ ആൽവിനെ കണ്ട് സംസാരിക്കുക. അവന് തന്നോട് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവും. തന്റെ മാനസികതയില മനസ്സിലായി കഴിഞ്ഞാൽ ആരായാലും തന്നോട് ക്ഷമിക്കും. ഇപ്പോ നീ പോവാൻ നോക്ക്. ഞാനും പോവാൻ പോവാം. ബൈ ആൻഡ് മേ യു ഹാവ് എ ഹാപ്പി ലൈഫ്. ഹാപ്പി ലൈഫ് അതൊക്കെ പണ്ടേ പോയി. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം വരണമെങ്കിൽ ആ രാക്ഷസന്മാരാരും ഭൂമിയിൽ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അടി വേരോടെ അറുക്കും ഞാൻ അവന്മാരെ. പിന്നെ എൻ്റെ ആൽവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം. അതിന് എത്ര കാലം കാത്തിരിക്കാനാണ്? ഞാൻ തയ്യാറാ. സാറ് പൊക്കോ. ബൈ.